ഹലോ, ഇന്ന് നമുക്ക് ഒരു ഷോർട്ട് കുത്തി തയ്ച്ചെടുക്കാം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് 1 മീറ്റർ കാന്ത കോട്ടൺ ആണ്. ആദ്യമായിട്ട് നമുക്ക് ഈ ഫാബ്രിക് 4ആയിട്ട് മടക്കി വെക്കാം. അതിനുശേഷം നമുക്ക് എത്ര ലെങ്ത്, ഇവിടെ ഞാനൊരു ഷോർട്ട് കുർത്തിയാണ് ചെയ്യുന്നത്. സോ ഞാനിവിടെ എടുത്തിരിക്കുന്ന ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 28 ഇഞ്ചസ് ആണ്. സോ അത്രയും വെച്ചിട്ട് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് പോലെ ഇവിടെ ഞാൻ 28 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഷോൾഡർ മാർക്ക് ചെയ്യാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ഷോൾഡർ മെഷർ ചെയ്യുക, എന്നിട്ട് അതേ ബൈ 2 ചെയ്യുക. സോ എനിക്കൊരു 6.5 ഇഞ്ചസ് മതിയാകും. സോ ഞാൻ അതവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾക്ക് ആം ഹോൾ എന്ന് പറയുമ്പം നമ്മളുടെ ആം ഹോള് മൊത്തം നമ്മൾ മെഷർ ചെയ്തിട്ട് അതേ ബൈ 2 ചെയ്യുക. അപ്പൊ ഇവിടെ എനിക്കൊരു 7 ഇഞ്ചാണ് കിട്ടിയത്. അതിന്റെ കൂടെ ഞാൻ ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ലൈനുകൾ തമ്മിലെല്ലാം ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് അപ്പർ ബസ്റ്റിന്റെ മെഷർമെന്റ് നമ്മൾ എടുക്കുക, അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. സോ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു 8.5 ഇഞ്ചാണ്. ആ 8.5 ഇഞ്ചിന്റെ കൂടെ 1 ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ലാസ്റ്റ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ 8.5 ഇഞ്ച് മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മളുടെ ഷോൾഡറിലെ സ്ലോപ്പ്, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും മുകളിൽ നമ്മൾ വരച്ച ആ ഒരു 6.5 ഇഞ്ച് ഉണ്ടല്ലോ ഷോൾഡറിന്റെ, അതിൽ നിന്നൊരു 3 സെന്റിമീറ്റർ താഴ്ത്താക്കിയിട്ട് നമ്മളൊരു പോയിന്റ് ഇട്ടിട്ട് അവിടുന്ന് നേരെ സെന്ററിലേക്ക് വരയ്ക്കുക. ഇനി നമ്മളുടെ വേസ്റ്റ് ആണ് ചെയ്യുന്നത്. വേസ്റ്റ് മെഷർമെന്റ് നമ്മൾ എത്ര ഡെപ്തിലാണ് ഷോൾഡറിൽ നിന്ന് നോക്കുക വേസ്റ്റ്. അപ്പം ഇവിടെ ഒരു 16 ഇഞ്ചിലാണ് ഞാൻ. ഈ 16 ഇഞ്ചിൽ എൻ്റെ വേസ്റ്റിന്റെ മെഷർമെന്റ് ഏകദേശം ഒരു 7 ഇഞ്ച് ഉണ്ട്, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഹിപ്പിന്റെ മെഷർമെന്റ് ആണ്, അത് ഷോൾഡറിൽ നിന്ന് ഒരു 22 ഇഞ്ച് താഴെ വരും. അവിടെ ഞാനൊരു 9 ഇഞ്ച് എൻ്റെ ഹിപ്പിന്റെ മെഷർമെന്റും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എവിടെയാണ് നമ്മുടെ സ്ലിറ്റ് വരേണ്ടതെന്നാണ് നോക്കേണ്ടത്. സോ എനിക്കൊരു 20 ഇഞ്ചസിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് 90 ആണെങ്കിലും ഇടാം. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യുക. നമ്മുടെ ഈ പോയിന്റുകളെല്ലാം കൂടെ വീഡിയോയിൽ കാണുന്നത് പോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ജോയിൻ ചെയ്തതിനു ശേഷം ഇവിടെ നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മളുടെ ആം ഹോൾ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ ആം ഹോളാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മളുടെ ഷോൾഡറിൽ മൊത്തം ഒരു 6.7 മെഷർമെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ മിഡിൽ പോയിന്റ് മാർക്ക് ചെയ്തു. ആ മിഡിൽ പോയിന്റ് ആം ഹോൾ ഡെപ്തിൽ മാർക്ക് ചെയ്തതിനു ശേഷം അവിടെ ഒരു 1/2 ഇഞ്ച് അകത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ബസ്റ്റ് പോയിന്റ്, അവിടുത്തെ ആ റൈറ്റ് ആംഗിൾ വരുന്നതിന്റെ സെന്ററിൽ നിന്നും ഒരു ഇഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവരെ കണക്ട് ചെയ്തിട്ട് കർവായിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ ആം ഹോൾ വരുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബാക്കിലെ ആം ഹോളാണ്. ഇനി ഫ്രണ്ടിലും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അതിനുശേഷം നമുക്ക് സൈഡിൽ 1 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ നമ്മൾ ബാക്കിൽ ആം ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ടിൽ ആം ഹോളിന് വേണ്ടിയിട്ട് നമ്മുടെ അപ്പർ ബസ്റ്റിന്റെ ആ ഒരു പോയിന്റും നമ്മളുടെ ആം ഹോളിന്റെ ഡെപ്തും കണക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് ഈ നേരത്തെ ബാക്ക് ആം ഹോളിന്റെ ആ ഒരു കർവ് ചരിച്ചങ്ങ് വരച്ചു കൊടുക്കാം. അപ്പൊ നമ്മളുടെ ഫ്രണ്ടിലെ ആം ഹോളും ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാം. സോ കട്ട് ചെയ്യുമ്പം നിങ്ങൾ ഇപ്പൊ ഇവിടെ കാണുന്നത് പോലെ നമ്മൾ കട്ട് ചെയ്യുന്ന ആ കൂടെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളിൽ നമ്മൾ ഓരോ വി ഷേപ്പിലെ കട്ടിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നോച്ചുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് നമ്മൾ ഫ്രണ്ടും ബാക്കും പീസ് തയ്ക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. സോ ഇവിടെ ഞാൻ ഹിപ്പിന്റെ ഭാഗത്തും നമ്മളുടെ എവിടെയാ സ്ലിറ്റ് വരുന്ന ഭാഗത്തും പിന്നെ നമ്മളുടെ ഇപ്പൊ നെക്ക് കട്ട് ചെയ്യുമ്പോൾ നെക്ക് കട്ട് ചെയ്യുന്നതിന്റെ സെന്ററിലും പിന്നെ ഞാനിവിടെ ആം ഹോളിന്റെ സെന്ററിലും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്കാണ് കട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ നെക്കിന് ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചസ് ആണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളുടെ
ഇത് നമ്മൾ ഫ്രണ്ടും ബാക്കും ഉണ്ടല്ലോ, സോ ഫ്രണ്ട് നെക്കിന് ഞാനൊരു 4.5 ഇഞ്ചസ് ഡെപ്ത് കൊടുത്തിട്ട് അവിടെ ഒരു ആ രണ്ട് ലൈനുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്ക് നെക്കിന് ഒരു 1.5 ഇഞ്ച് താഴത്തേക്ക് ഡെപ്ത് വരുന്നത് പോലെ അതും കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്കുകൾ കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഫ്രണ്ടിലെയും ബാക്കിലെയും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്യുക. അത് കൂടെ തന്നെ നമ്മളുടെ ഫ്രണ്ടിലെ ആം ഹോള് നമ്മൾ ഒന്നുകൂടെ നേരത്തെ വരച്ചതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതിന് ശേഷം ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ട് നെക്കാണ്. അപ്പോൾ നമ്മൾ ബോട്ട് നെക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൽ നമുക്ക് ബോട്ട് നെക്കായിട്ട് ചെയ്തെടുക്കാം. സോ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ഒരു 8 സെന്റിമീറ്റർ മാറ്റിയിട്ട് നമ്മുടെ ആം ഹോൾ നമ്മളുടെ സെന്ററിൽ നിന്ന് 8 സെന്റിമീറ്റർ മാറ്റി മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് നമ്മളുടെ സെന്ററിലേക്ക്, നമ്മളുടെ നെക്കിന്റെ സെന്ററിലേക്ക് നമ്മളൊരു ബോട്ട് നെക്ക് പോലെ നമ്മളൊരു അധികം കർവ് വരാതെ നമ്മളത് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളവിടെ വി ഷേപ്പിൽ കട്ടിങ് ഇടുന്ന കാര്യം മറക്കരുത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് നെക്കും ചെയ്തെടുക്കണം. സോ ബാക്ക് നെക്കിലും സെയിം ഇതേപോലെ തന്നെ നമ്മളുടെ ഷോൾഡറിൽ നമ്മളൊരു 8 സെന്റിമീറ്റർ മാറ്റി മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റിൽ നിന്നും നമുക്ക് നമ്മളുടെ ഇപ്പോൾ മാർക്ക് ചെയ്ത ആം ഹോളിന്റെ ഡെപ്തിൽ ഒരു 0.5 കൂടെ കൂട്ടിയിട്ട് ആ പോയിന്റിലേക്ക് ബോർഡർ ഷേപ്പിലുള്ള ഒരു ലൈൻ നമ്മൾ വരച്ചു കൊടുക്കും. ഇനി നമുക്ക് നമ്മളുടെ ഫ്രണ്ടും ബാക്കും നെക്കിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടേപ്പ്, ഒരു ബയസ് ടേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ മിച്ചം വന്ന ഫാബ്രിക് കുറച്ച് എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മളുടെ ബാക്ക് നെക്ക് വെച്ചിട്ട് അത് ട്രേസ് ചെയ്തു. അതിനുശേഷം ഒരു 2 ഇഞ്ച് വീതിയിൽ നമ്മൾ ഇപ്പൊ ഈ വരച്ച ഈ ഒരു നെക്കിന്റെ ഷേപ്പിൽ ഒരു ബാൻഡ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ ഫ്രണ്ടിലെ നെക്കിനും കൂടെ നമ്മൾ ഒരു ബാൻഡ് പോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇവിടെ നേരത്തെ ഇതുപോലെ തന്നെ നമ്മൾ മിച്ചമുള്ള ഫാബ്രിക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിന്റെ മേളിൽ നമ്മളുടെ ഫ്രണ്ടിലെ ആ ഒരു പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ നെക്ക് ട്രേസ് ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ ഒരു ഫ്രണ്ടിൽ ഒരു കട്ട് വരുന്ന പോലത്തെ ഒരു നെക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ സെന്ററിൽ നിന്ന് ഒരു 0.5 സെന്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഒരു 9 സെന്റിമീറ്റർ ഡെപ്തിൽ നമ്മളൊരു വി ഷേപ്പായിട്ട് വരച്ചു കൊടുക്കണം. ആ വി ഷേപ്പ് വരച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊരു 2 ഇഞ്ച് താഴത്തേക്ക് ആ പോയിന്റിൽ നിന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കി നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ 2 ഇഞ്ച് വീതിയിൽ ഈ ടേപ്പ് മൊത്തത്തിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഇതുവരെ നമ്മളുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കട്ട് ചെയ്തു. അതിന്റെ വേണ്ട നെക്കിൽ വെക്കാനുള്ള ആ ഒരു
ടേപ്പ് പോലെ നമ്മൾ ആ സെയിം ക്ലോത്ത് ഒരു സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. അതിനുവേണ്ടി നമ്മുടെ ഫാബ്രിക് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫോൾഡ് ചെയ്തത് എൻ്റെ ആം ഹോളിന്റെ ലെങ്ത് അനുസരിച്ചാണ്. അപ്പോൾ ആം ഹോളിന്റെ ആ ഒരു മെഷർമെന്റ് എന്ന് പറയുന്നത് ഒരു 9 ഇഞ്ചസ് ആയിരിക്കും എനിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഡെപ്ത് എന്ന് പറയുന്ന ഒരു 5 ഇഞ്ചാണ്, അത് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മുടെ ആമിന്റെ ആ ഒരു വണ്ണം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് താഴെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു 6 ഇഞ്ചസ് ഞാൻ എടുത്തത്. അതിനുശേഷം മേളിൽ നിന്നൊരു 3 ഇഞ്ച് നമ്മൾ ഇപ്പം നമ്മൾ വീഡിയോയിൽ കാണുന്ന ഒരു 3 ഇഞ്ച് താഴത്ത് വരച്ചിട്ട് അവിടെ നിന്നൊരു കേർവ് നമ്മൾ മേളിലേക്ക് മുട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ആ പോയിന്റ്, ആ നമ്മുടെ കേർവ് തുടങ്ങുന്ന പോയിന്റിൽ നിന്ന് നമ്മളുടെ ആമിന്റെ വണ്ണത്തിൽ വേണ്ടി നമ്മളൊരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് അതിലേക്ക് ജോയിൻ ചെയ്യുക. അതിനുശേഷം നമ്മളിത് കട്ട് ചെയ്തെടുക്കുക നമ്മുടെ ആം. അപ്പോൾ നമുക്ക് നമ്മളുടെ സ്ലീവ് നമുക്ക് കിട്ടും. അതിനുശേഷം ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്തപ്പോൾ നമ്മുടെ ഫ്രണ്ടിന്റെ ആം ഹോൾ കുറച്ചും കൂടെ കുഴിച്ചാണ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പം നമ്മൾ നമ്മുടെ സ്ലീവ് വെക്കുന്ന സമയത്ത് സ്ലീവിൽ നമ്മൾ ആ ഒരു സൈഡിൽ നമ്മൾ സ്ലീവ് ഇങ്ങനെ നിവർത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് നമ്മൾ താത്തി കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. അപ്പം നമ്മളുടെ സ്ലീവും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത്രയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ട പീസസ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത തവണ കാണുന്നത് വരെ ബൈ.